ഇന്ന് ഞങ്ങൾ ചാലിയം ബീച്ചിൽ പോവുകയാണ്. അപ്പോൾ ചാലിയത്ത് ഇപ്പോൾ ഒരുപാട് പരിപാടികൾ നടക്കുന്നുണ്ട്. ബീച്ചൊക്കെ നവീകരിച്ച് നല്ല അടിപൊളിയാക്കിയിട്ടുണ്ട്. അപ്പോൾ നമ്മളത് കാണാൻ വേണ്ടി പോവാണ്. അങ്ങനെ ജങ്കാറ് വഴിയാട്ടോ പോകുന്നത്. ബേപ്പൂരിൽ നിന്ന് ജങ്കാറ് മാർഗ്ഗമാണ് നമ്മൾ അങ്ങോട്ട് പോകുന്നത്. അതിന് വേണ്ടി വെയിറ്റ് ചെയ്യാട്ടോ. ജങ്കാറിന് വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. അപ്പോൾ ഞങ്ങൾ വന്നിട്ട് ഫസ്റ്റ് ജങ്കാറ് പോയിട്ടോ. അതിന് ടിക്കറ്റ് കിട്ടില്ല. ഞങ്ങൾ ചില്ലറല്ലായിരുന്നു കേട്ടോ. അവിടെ ടിക്കറ്റ് എടുക്കുന്നിടത്ത് ഇപ്പോൾ GPay എടുക്കുന്നില്ല കേട്ടോ അവർ. അപ്പോൾ ആരും വരികയാണെങ്കിൽ ചില്ലറ പൈസ ഒക്കെ ആയിട്ട് വരാം കേട്ടോ. അല്ലെങ്കിൽ നമ്മൾ അവിടെ വന്ന് കുഴങ്ങി പോട്ടോ. 5 രൂപയാണ് ഒരാൾക്ക് കേട്ടോ. അങ്ങനെ കുറേ നേരം അവിടെ വായി നോക്കി നിന്നപ്പോൾ അതേ ജങ്കാറ് വന്ന്. അപ്പോൾ ഇതിൽ ഒരുപാട് ആൾക്കാരുണ്ട്. ഓരോ ജങ്കാറിലും 6, 5 കാറ് വെച്ചിട്ട് അവർ കയറ്റുന്നുണ്ട് കേട്ടോ. അതും കുറേ ബൈക്കും. പിന്നെ ഇതേ ഇത്രയും ആൾക്കാരുണ്ട്. അങ്ങനെ കുറേ നല്ല തിരക്കായിരുന്നു കേട്ടോ ഞങ്ങൾ പോയ സമയത്ത്. അതുമാത്രമല്ല ജങ്കാറ് 7 മണി വരെ ഉള്ളൂ. ഇപ്പോൾ സമയം 5:15 ആയിട്ടുണ്ട്. അവിടെ പോയിട്ടും കൂടുതലായിട്ടൊന്നും കാണാനൊന്നും പറ്റും തോന്നുന്നില്ല കേട്ടോ. എന്തായാലും പോയി വരാമെന്ന് വിചാരിച്ചു. ഫസ്റ്റ് ജങ്കാറ് മിസ്സായി. പിന്നെ ആണെങ്കിൽ നല്ല തിരക്കാണ് കേട്ടോ. ഇനിയും കുറേ ആൾക്കാർ ജങ്കാറിൽ കയറാനായിട്ട് അപ്പുറം നിൽക്കുന്നുണ്ടായിരുന്നു. ദേ ആ മേലെ ക്യാബിൽ ഇരിക്കുന്ന ആളാണ് ഇതിൻ്റെ ഡ്രൈവർ. ആൾ വണ്ടി എടുക്കാനുള്ള ഇതിലാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഹോൺ അടിക്കുന്നുണ്ട്. 2 വീലേഴ്സൊക്കെ കയറാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ കാറൊക്കെ ഒതുക്കി ലാസ്റ്റാണ് 2 വീലറൊക്കെ കയറിയത്. ഒന്ന് തിരിയാനുള്ള സ്ഥലം പോലും അതിലുണ്ടായിരുന്നില്ല കേട്ടോ. അത്രയും ആൾക്കാരുണ്ടായിരുന്നു. അങ്ങനെ നല്ല റഷായിരുന്നു കേട്ടോ. ചാലിയാർ പുഴ കടക്കാനാകെ 10 മിനിറ്റിനടുത്ത് വരുന്നുള്ളൂ കേട്ടോ. പക്ഷേ നമ്മൾ ഈ ആൾക്കാർ കയറാനും ഇറങ്ങാനാണ് ടൈം എടുക്കുന്നത്. പിന്നെ ലാസ്റ്റ് സർവീസ് വരുന്നത് 7 മണിക്ക് കേട്ടോ. അപ്പോൾ നമ്മൾ 7 മണിയാകുമ്പോഴത്തേന് ജങ്കാറിൽ കയറണം. പിന്നെ നമ്മൾ അല്ലെങ്കിൽ ബസ് മാർഗം ഇങ്ങോട്ട് വരേണ്ടി വരും കേട്ടോ. അങ്ങനെ കേസ് ഞങ്ങളുടെ ജങ്കാർ ഇറങ്ങി കേട്ടോ. നല്ല തിരക്കാണ് കേട്ടോ. ജങ്കാർ ഇറങ്ങിയിട്ട് കുറച്ച് തോനെ നടക്കാനുണ്ട്. ഒരു വണ്ടി പോകുന്ന പാർക്കിംഗ് ഏരിയ ഉണ്ട് കേട്ടോ. അതുവരെ നല്ല റഷായിരുന്നു. വണ്ടിയും ആൾക്കാരുമായിട്ട് നടക്കാൻ പറ്റാത്തൊരവസ്ഥയാണ് കേട്ടോ. ഇവിടുന്ന് അങ്ങോട്ട് ഇനി വണ്ടിയില്ല. നമ്മൾ തന്നെ നടന്ന് പോകണം കേട്ടോ. നടന്ന് നല്ല കുറേ നടക്കാനുണ്ട്. പ്രായമാർക്കൊന്നും വരാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. അതിനാത്രം നടക്കാനുണ്ട് കേട്ടോ. കാലൊക്കെ നല്ല വേദന ഉണ്ടായിരുന്നു. പിന്നെ ഞങ്ങളിതാ ഓഷ്യൻ ചാലി എന്നുള്ള ആ ബോർഡ് കണ്ടപ്പോൾ സമാധാനമായിട്ടോ. എത്തിയല്ലോ എന്നായിരുന്നു. പിന്നെ മനസ്സിലായത് ഇതൊന്നും അല്ല കേട്ടോ. ഇനിയും നടക്കാനുണ്ട്. ഞാൻ ഇതിന് മുന്നേ അവിടെ വന്നിട്ടുണ്ട്. പക്ഷേ പെട്ടെന്ന് വന്നപ്പോൾ ഒരു ഐഡിയ കിട്ടുന്നില്ല കേട്ടോ. ഒരു വീഡിയോ ആണ് ഇപ്പോൾ വൈറലായി കൊണ്ട് നിൽക്കുന്നത് കേട്ടോ സോഷ്യൽ മീഡിയയിൽ. ഈ ഒരു ഇതാണ് നമ്മൾ റീൽസിൽ ഇതിലൊക്കെ കാണുന്നത്. നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാൻ. കുറേ ആൾക്കാർ ഫോട്ടോസ് വീഡിയോസൊക്കെ എടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ. നമ്മൾ 2-3 ഫോട്ടോസൊക്കെ എടുത്ത് റിട്ടേൺ പോന്നു. ഞങ്ങൾക്ക് ജങ്കാറുള്ളത് 7 മണിക്ക് കേട്ടോ. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഞങ്ങൾ ബസ് മാർഗ്ഗം വേണ്ടി വരും. നല്ല തിരക്കാണ്. അപ്പോൾ ബസ്സിന് വരാൻ പറ്റുമോയെന്നൊന്നും അറിയാത്തതുകൊണ്ട് തന്നെ ഞങ്ങൾ പെട്ടെന്ന് പാതി കണ്ട് അവിടെ നിന്ന് ഇറങ്ങി കേട്ടോ. ഭക്ഷണമൊന്നും കഴിക്കാൻ നിന്നില്ല. ഈ ബാക്കിയൊക്കെ നമുക്ക് ബേപ്പൂർ പോയിട്ട് ആക്കാമെന്നുള്ള പരിപാടിയിലാണ് കേട്ടോ. അപ്പോൾ അതേ ജങ്കാറ് പോയതിനേക്കാൾ റഷായിരുന്നു. ലാസ്റ്റ് ജങ്കാറാണിത്. നല്ല തിരക്കായിരുന്നു കേട്ടോ. അടുത്ത 2 ദിവസം എന്തായാലും ഇതിലും കൂടുതൽ തിരക്കുണ്ടാവും കേട്ടോ. ബേപ്പൂർ ഫെസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുകയാണ്. അപ്പോൾ ബേപ്പൂരിൽ വരുന്ന ആൾക്കാർ ചാലിയം ബീച്ച് കാണാൻ വേണ്ടി ഈ ജങ്കാറുമായി ചാലിയത്തേക്കും, ചാലിയം ബീച്ചിൽ വരുന്ന ആൾക്കാർ ബേപ്പൂരിലേക്കായിട്ട് നല്ല തിരക്കായിരിക്കും കേട്ടോ. അങ്ങനെ എന്തായാലും ഞങ്ങൾ ബേപ്പൂരെത്തി ചായ കഴിക്കാം കേട്ടോ. ചായയും കുറുമൊക്കെ കഴിച്ചു. അപ്പോൾ 2 ദിവസമായിട്ട് ഇനി ബീച്ചിൽ തന്നെ ഉണ്ടാവും. പരിപാടികളൊക്കെ ഇവിടെ ആണല്ലോ.